കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ മാറ്റി രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് പുതിയ കേരള ഗവർണർ. ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാർ ഗവർണറാകും. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോൾ ചെയ്യുന്നുണ്ട്. ആന്റണി, ഒരു വെച്ചുമാറ്റം ആണ് എന്ന് ഉറപ്പിക്കാം. കേരള ഗവർണറായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. നിലവിൽ രാജേന്ദ്ര വിശ്വനാഥ് എന്നുള്ളത് ബീഹാർ ഗവർണറായിരുന്നു. ഒരു വെച്ചുമാറ്റത്തിനപ്പുറം കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? നിലവിൽ ഏതായാലും കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ മാറ്റിയിരിക്കുകയാണ്. അദ്ദേഹം ബീഹാറിന്റെ ഗവർണറായാണ് ഇപ്പോൾ പോകുന്നത്. ഈ നിലവിൽ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ എന്ന നിലയിൽ 5 വർഷം പൂർത്തിയാക്കിയിരുന്നു. സെപ്റ്റംബറിൽ അദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം തുടരുകയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ കാലാവധി കൂടി പൂർത്തിയായ സാഹചര്യത്തിൽ ഒരു മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം ഇപ്പോൾ ബീഹാർ ഗവർണറായാണ് പോകുന്നത്. പകരം ബീഹാർ ഗവർണറായിട്ടുള്ള നിലവിലെ ബീഹാർ ഗവർണറായ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കേരളത്തിൻ്റെ പുതിയ ഗവർണറായി വരും എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഉത്തരവ്. ഏതായാലും അദ്ദേഹം നേരത്തെ ഈ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിനെ സംബന്ധിച്ച് അദ്ദേഹം BJPയുടെ നേതാവാണ്. ഗോവയിൽ നിന്നുള്ള BJPയുടെ നേതാവാണ്. അതുപോലെ തന്നെ RSSന്റെ പശ്ചാത്തലമുള്ള നേതാവാണ്. RSSലൂടെയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. പിന്നീട് അദ്ദേഹം ഗോവ മന്ത്രിസഭയിൽ അംഗമായിരുന്നു. വനം പരിസ്ഥിതി മന്ത്രിയായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൂടാതെ 2014 മനോഹർ പരീക്കർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം കേന്ദ്ര പ്രതിരോധ മന്ത്രിയായി പോകുന്ന ഒരു ഘട്ടമുണ്ടായി. ആ ഘട്ടത്തിൽ ഈ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിനെ മുഖ്യമന്ത്രിയായി ഒരു ഘട്ടത്തിൽ പരിഗണിച്ചിരുന്നു. പിന്നീട് അത് നടന്നില്ല. ഏതായാലും അത്തരത്തിൽ ഉയർന്ന ഒരു നേതാവാണ് അദ്ദേഹം. മാത്രമല്ല ഗോവയുടെ നിയമസഭാ സ്പീക്കറായി പ്രവർത്തിച്ചിട്ടുണ്ട് വിശ്വനാഥ് അർലേക്കർ. അങ്ങനെ വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ച ശേഷം അദ്ദേഹം 2021 ഗവർണറായി ഹിമാചലിലേക്ക് പോകുന്നത്. അതിനുശേഷമാണ് ബീഹാറിലേക്ക് അദ്ദേഹം ഗവർണറായി വരുന്നത്. ഏതായാലും ഇപ്പോൾ കേരളത്തിലേക്കും രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എത്തുകയാണ്. നമുക്കറിയാം ആരിഫ് മുഹമ്മദ് ഖാനെ സംബന്ധിച്ച് നിരന്തരമായി കേരള സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിൽ നിരന്തരമായി ഏറ്റുമുട്ടലുന്ന ഒരു സാഹചര്യമുണ്ടായി. ഓരോ ഘട്ടത്തിലും കടുത്ത ഒരു ഏറ്റുമുട്ടൽ നമ്മൾ കണ്ടതാണ്. അത്തരത്തിലുള്ളൊരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ സ്ഥാനത്ത് നിന്ന് ബീഹാറിലേക്ക് പോകുന്നത്. ആന്റണി, സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള ഭിന്നത തുടരുന്നതിനെയാണ് ഇത്തരത്തിലൊരു മാറ്റം. സംഭവബഹുലമായിട്ടുള്ള 5 വർഷങ്ങളായിരുന്നു. മുഖ്യമന്ത്രിയും ഗവർണറും നേർക്കുനേർ കണ്ട ഒരുപാട് വിവാദങ്ങളൊക്കെ നമ്മൾ കണ്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ഗവർണർ മാറ്റം, അല്ലേ? നമുക്കറിയാം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായി വന്നതിന് ശേഷം ഒരു വലിയ ഏറ്റുമുട്ടൽ ഗവർണറും സർക്കാരും നേർക്കുനേർ വരുന്ന ഒരു ഘട്ടം, സർക്കാരിൻ്റെ എല്ലാ കാര്യങ്ങളെയും ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം. പലപ്പോഴും പ്രധാനമായും നമുക്കറിയാം ഈ സർവകലാശാല നിയമനങ്ങളുമായി ബന്ധപ്പെട്ട ഈ സർവകലാശാലകളുടെ ചാൻസലറാണ് ഗവർണർ. അതുമായി ബന്ധപ്പെട്ട് സർക്കാരും ഗവർണറും തമ്മിൽ നിരന്തരം ഏറ്റുമുട്ടുന്നത് കണ്ടതാണ്. പ്രത്യേകിച്ച് VCമാരുടെ നിയമനങ്ങളിലടക്കം ഗവർണറുടെ ഇടപെടലുകളൊക്കെ ഈ ഏറ്റുമുട്ടലുകൾക്ക് വഴിതെളിച്ചിരുന്നു. അങ്ങനെയാണ് ഗവർണറെ ഈ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന VC നിയമനത്തിൽ ഗവർണറുടെ അധികാരങ്ങൾ വെട്ടിക്കുറക്കുന്ന ബില്ലടക്കം നിയമസഭയിൽ സംസ്ഥാന സർക്കാർ പാസ്സാക്കുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല ഈ നിയമസഭ പാസ്സാക്കിയ ബില്ലുകൾ ഗവർണർ ഒപ്പിടാതെ പിടിച്ചുവെക്കുന്ന ഒരു സാഹചര്യം. അത് പിന്നീട് വലിയ ചർച്ചകൾക്ക് സുപ്രീം കോടതി വരെ ആ കേസ് എത്തി. പിന്നീട് ഗവർണർ ഈ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ വിവിധ തലങ്ങളിൽ ഗവർണറും സർക്കാരും ഏറ്റുമുട്ടുന്ന സാഹചര്യം. മാത്രമല്ല ഈ നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗം അത് ഗവർണർ നടത്തേണ്ടതാണ്. ഗവർണർ പലപ്പോഴും ആദ്യത്തെ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനം വായിക്കാതെ പോയെങ്കിൽ ഈ വർഷം നയപ്രഖ്യാപന പ്രസംഗം അദ്ദേഹം തുടങ്ങിവെച്ച് 1 മിനിറ്റിൽ അവസാനിപ്പിച്ച് പോകുന്ന സാഹചര്യമുണ്ടായി. അത്തരത്തിൽ രൂക്ഷമായ പോര് ഇരു വിഭാഗങ്ങളും തമ്മിൽ, സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിൽ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഗവർണർ പോകുന്നത്. അങ്ങനെ ഈ 5 വർഷവും സംഭവ ബഹുലം തന്നെയായിരുന്നു. ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനമാണ് സർക്കാരും CPIM ഉയർത്തിയത്. ഗവർണർ RSSന്റെ ചട്ടുകമായി പ്രവർത്തിക്കുന്നു, രാജ്ഭവനെ RSSന്റെ കേന്ദ്രമാക്കി മാറ്റുന്നു എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഈ ഗവർണർക്കെതിരെ സംസ്ഥാന സർക്കാരും CPIM ഒക്കെ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. അത്തരത്തിൽ നേർക്കുനേർ ഒരു
ഒരു ഏറ്റുമുട്ടൽ കണ്ട കാലഘട്ടമാണ് കടന്നു പോകുന്നത്. ഏതായാലും സംഭവബഹുലമായ ഒരു കാലഘട്ടമാണ് കടന്നു പോകുന്നത്. ഏതായാലും മനോഹർ ക്ഷമിക്കണം, ഇപ്പോൾ വരുന്ന വിശ്വനാഥ അർലേക്കർ, അദ്ദേഹവും നമുക്കറിയുന്നത് പോലെ അദ്ദേഹം ആരിഫ് മുഹമ്മദ് ഖാനേക്കാളും കൂടുതൽ ഈ RSSന്റെ RSSന്റെ പശ്ചാത്തലമുള്ള നേതാവാണ്. BJPയുടെ ഒരു ശക്തനായ നേതാവായിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോലും ഗോവയിൽ പരിഗണിക്കപ്പെട്ട നേതാവാണ്. ഗോവയുടെ സ്പീക്കറായി പ്രവർത്തിച്ചിരുന്ന ആളാണ്. അത്തരത്തിൽ ഒരു വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരാളാണ്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ കാണുന്ന ഈ പോരാട്ടം, ഈ ഏറ്റുമുട്ടലുകൾ, നിലവിലുള്ള ഗവർണറും സർക്കാരും തമ്മിലുള്ള ആ ഒരു ഏറ്റുമുട്ടലുകൾ ഇനിയും തുടരാനുള്ള സാഹചര്യവും തള്ളിക്കളയാൻ കഴിയില്ല. ശരി, ആന്റണി ജിസ് ജോർജാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.